Dear student, welcome to our maths class. Yes, are you ready? Okay. In the previous class, we learned about area of rectangle triangle. Today we are going to study different types of triangles and its area. Area of rectangle triangle is 96 square centimeter. One of the perpendicular side is 60 centimeters long. What is the length of other students? Listen here. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ തന്നില്ലേ? എത്രയാ തന്നില്ലേ? 96 centimeter square. Yes, area is equal to 96 centimeter square. പിന്നെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? Yes, ഒരു പെർപെൻഡിക്കുലർ സൈഡ് എത്ര? 16 centimeter. Yes, രണ്ട് പെർപെൻഡിക്കുലർ ഒന്ന് നമുക്ക് എത്ര തരുന്നത്? 16. അപ്പോൾ ടീച്ചർ ഈ പെർപെൻഡിക്കുലർ ലെങ്ത് എടുക്കാം. ലെങ്ത് 16 centimeter. അങ്ങനെയാണെങ്കിൽ മറ്റു സൈഡ് എത്രയായിരിക്കും? എന്താണ്? എങ്ങനെയാണ്? ഏരിയയുടെ ഇക്വേഷൻ എഴുതിയിട്ടില്ലേ? ഏരിയ ഇസ് ഈക്വൽ ടു half into length into breadth. അല്ലേ? യെസ്, ഏരിയ നമുക്കറിയട്ടെ 96 ആണ്. പിന്നെയോ ഹാഫ് ഇൻറ്റു ഒരു പെർപെൻഡിക്കുലർ സൈഡ് എത്രയാ? 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രെഡ്ത്ത് അറിയില്ല അല്ലേ? ഓക്കെ, 96 16 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 ബ്രെഡ്ത്ത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ബ്രെഡ്ത്ത് ആണ് കാണുന്നത്. അപ്പോൾ 18 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആണല്ലേ ഇവിടെ ഉള്ളത്. 80 ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഈ മൾട്ടിപ്പിൾ ലെഫ്റ്റിലോട്ട് ഇത് ഈക്വൽ ടു ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ആവും. അപ്പം നമുക്ക് ബ്രെഡ്ത്ത് ഇവിടെ എഴുതാം. അതല്ലേ കാണേണ്ടത്? 96 divided 8 എത്രയാ? 96 അതായത് 9 8 എത്ര പോവും? ഒരു പ്രാവശ്യം അല്ലേ? ബാക്കി 1 ഉണ്ടാവും. 1 6 60 60 8 2. യെസ്, 12 യൂണിറ്റ് സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യനില്? ഏരിയ തന്നിട്ടുണ്ട്, ഒരു പെർപെൻഡിക്കുലർ സൈഡ് തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു സൈഡ് കാണാൻ എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതുക. ഇക്വേഷനിൽ തന്ന കാര്യങ്ങൾ കൊടുക്കുക. തരാത്തത് എന്താ? ബ്രെഡ്ത്ത് ആണ്. അപ്പൊ അത് കാണാൻ എന്ത് ചെയ്യാം? ഇവിടെ 8 ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാ കിട്ടിയല്ലേ? അതായത് നോക്കൂ, ഹാഫ് ഇൻറ്റു 16 16ന്റെ ഹാഫ് 8. ഈ 8ന് ഈക്വൽ ടു ഇപ്പുറത്തോളുമ്പോൾ എന്ത് വരും? മൾട്ടിപ്പിൾ ഈക്വൽ ടു അപ്പുറത്തുമ്പോൾ ഡിവൈഡ് ആവും. എത്ര കിട്ടി? 12 centimeter. ഓക്കെ സ്റ്റുഡൻസ്, ലിസൺ ഹിയർ. ഇവിടെ തന്ന ട്രയാങ്കിളുടെ ഏരിയ എങ്ങനെ കാണാൻ അറിയില്ല. അതുകൊണ്ട് ടീച്ചർ അത് കാണാനുള്ള ഒരു പ്രത്യേകതയാണ് ഈ കോർണറിൽ നിന്ന് ഈ ലൈനിലേക്ക് എന്ത് വരച്ചു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രി ആണ് അല്ലേ? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ഏരിയ കണ്ടിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയ കിട്ടിയ ഏരിയ കാണാൻ നമുക്കറിയാം. അപ്പൊ ഈ വരച്ച് ഈ പെർപെൻഡിക്കുലർക്ക് പറയുന്ന പേരാണ് ഹൈറ്റ്. അതിന് നമ്മൾ സിമ്പിൾ h കൊണ്ടാണ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു ലെങ്ത് അറിയണം അല്ലെ? അതാണ് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഒരു ലെങ്ത് ബി അത് തന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഏരിയ കാണാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ടീച്ചർ ഒരു എക്സാമ്പിൾ ആയിട്ട് തരാം. ടീച്ചർ ഇവിടുത്തെ ഹൈറ്റ് 2 എടുത്തു, ലെങ്ത് 2, ഇത് 5 എടുത്തു. ദെൻ ഇവിടുന്ന് നമ്മൾ വരച്ച് പെർപെൻഡിക്കുലർ ഏരിയ അത് 4 എടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? ഇവിടെ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏരിയ കാണാം, നെക്സ്റ്റുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏരിയ കാണാം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടുക? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടാം. ഈ ഫസ്റ്റത്തെ ട്രയാങ്കിൾ, ഇത് സെക്കൻഡത്തെ ട്രയാങ്കിൾ അല്ലെ? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ടീച്ചർ ഫസ്റ്റ് അടയാളപ്പെടുത്തണം. അതിന്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു പിന്നെ 4 എത്രയാ? 2 ഇൻറ്റു 4 8ന്റെ പകുതി 4 തന്നെ സെന്റിമീറ്റർ സ്ക്വയർ.
പിന്നെ രണ്ടാമത്തെ ഏരിയ ഓഫ് ട്രയാങ്കിൾ 2. ട്രയാങ്കിൾ 2ന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4. 5 into 4 20, 20ന്റെ ഹാഫ് 10 സെന്റിമീറ്റർ സ്ക്വയർ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ട്രയാങ്കിൾ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതായത് ലാർജ് ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ ഈക്വൽ ടു എന്താണ് ട്രയാങ്കിൾ 1ന്റെ ഏരിയ ട്രയാങ്കിൾ 2ന്റെ ഏരിയയും കൂടി കൂട്ടി എത്ര കിട്ടും 10 + 4 14 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. ഇതല്ലാതെ ഇനി നമുക്ക് ഇങ്ങനെ കാണുന്നതിന് പകരം നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ തന്നാൽ പെട്ടെന്ന് അതിന്റെ ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷനാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. ഇത് എങ്ങനെ കിട്ടിയത് നമുക്കറിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലം ചെയ്ത പോലെ 2 ട്രയാങ്കിൾ ആക്കി എന്നിട്ട് ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്യാം. ലിസൺ ഹിയർ. ടീച്ചറോട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാമെന്ന് അപ്പം എല്ലാവരും ഇതിന്റെ ഇക്വേഷന് നമ്മൾ പറഞ്ഞു തരുന്നത് നല്ല ശ്രദ്ധിക്കുക. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ ഇതിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അറിയോ. ഇവിടെ എവിടെ 90 ഡിഗ്രി 3 ആംഗിൾസ് ഉണ്ട്. ട്രയാങ്കിൾസിന് 3 സൈഡ്സ് ഉണ്ട്. 90 ഡിഗ്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പെർപെൻഡിക്കുലർ ആണ് 90 മീൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ എവിടെ 90 ഡിഗ്രി ഇല്ല, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സൈഡ് എടുത്ത് എന്ത് ചെയ്യാം പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പൊ ടീച്ചർ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. യെസ്, ഈ പെർപെൻഡിക്കുലറിന് നമ്മൾ പറയാം ഹൈറ്റ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് മീൻസ് ഉന്നതി. അതിനെ ടീച്ചർ എച്ച് അടയാളപ്പെടുത്തി. പിന്നെ ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് എ, പിന്നെ ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് ബി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞത് ഹാഫ് ഇൻറ്റു പിന്നെ എച്ച് ഇൻറ്റു ഈ സൈഡ് അല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് കൂടി ആഡ് ചെയ്ത് എ പ്ലസ് ബി എന്താണ് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അതിന്റെ എന്താ പറയാ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ടീച്ചറിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഹൈറ്റ് 3 ആണ്, ഇത് 2 ആൻഡ് ഈ സൈഡ് 3. അങ്ങനെയാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇങ്ങനെ കാണാം. എത്രയായിരിക്കും? യെസ്, ഓക്കെ, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 + 3 2 + 3 എത്രയാ 5 അല്ലെ. 5 × 3 15/2 അല്ലേ. ഇങ്ങനെയല്ലേ കിട്ടുക. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എച്ച് 3a പ്ലസ് ബി അല്ലേ. എ പ്ലസ് ബി 5. അപ്പൊ 5 × 3 15 15.5. യൂണിറ്റ് എപ്പോഴും എഴുതണം. ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. Is the area of a triangle is half the product of one side with the perpendicular from the opposite side. Now compute the area of these figures. എത്ര ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാനുണ്ട്? എത്ര ട്രയാങ്കിൾ? 2 എണ്ണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളോ? 3 അല്ലേ. 1 2 3. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പഠിച്ചു, ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പഠിച്ചു. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ആണ് ഇത് ചെയ്യുക. എങ്ങനെ ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വലിയൊരു ട്രയാങ്കിൾ ആണ്. അതെന്ത് ട്രയാങ്കിളാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ ടീച്ചർ അതിന് ഫിഗർ 1 എന്ന് കൊടുത്തു. ഇതിനെയോ ഫിഗർ 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ടീച്ചർ ഇങ്ങനെ ആ ഫിഗറിന് ഏരിയ ഓഫ് ഫിഗർ 1 അങ്ങനെ കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഏരിയ ഓഫ് ഫിഗർ 1. ഫിഗർ 1 എന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ഫിഗർ 1 എങ്ങനെയാ? ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 7 × 6 എത്ര? 7 × 6 42. 42ന്റെ ഹാഫ് എത്രയാ? 21 സെന്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഏരിയ ഓഫ് ഫിഗർ 2. ഫിഗർ 2 എന്ത് ട്രയാങ്കിളാ? അതിന്റെ ഏരിയ എങ്ങനെ കാണാം?
half into h into a plus b. Yes, half into h into a plus b. H എന്താ? Yes, 5 ആണ് h. Then a plus b 3, 4. 3 plus 4. അപ്പോൾ 3 കിട്ടും 5. 3 plus 4 എത്രയാ? 7. 7 into 5, 35. 35 and half ആണ് എന്ത്? ഫിഗർ 2ന്റെ ഏരിയ. പക്ഷെ നമുക്ക് കാണുന്നത് ഇത് ടോട്ടൽ ഫിഗേഴ്സിന്റെ ഏരിയ. അപ്പൊ എന്ത് ചെയ്യാം? രണ്ട് ഏരിയയും കൂടി ആഡ് ചെയ്യാം. ടോട്ടൽ ഫിഗേഴ്സിന്റെ ഏരിയ എത്രയാ? ഏരിയ ഓഫ് ടോട്ടൽ ഫിഗർ നമുക്ക് 21 പ്ലസ് 35 ആൻഡ് ഹാഫ് ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ പഠിച്ച രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഏരിയ കാണും. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിന്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് ബേസ് ചെയ്തിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് 21 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് ഈ ട്രയാംഗിളിന്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു ഹൈറ്റ് ഉണ്ടല്ലേ അവിടെ കാണാൻ, എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അത് വെച്ച് ചെയ്യുമ്പോൾ 35 അല്ലെ, 35/2 സെന്റിമീറ്റർ. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ? ഈ ടോട്ടൽ ഫിഗേഴ്സിന്റെ ഏരിയ ആണ്. അപ്പൊ ഏരിയ ഓഫ് ടോട്ടൽ ഫിഗേഴ്സ് മീൻസ് 21 പ്ലസ് 35/2. എന്തൊക്കെയുണ്ട്? ഇസ് 1 ഫിഗർ 1. ഇതെന്താ? ഒരു റൈറ്റ് ആംഗിൾ. ഫിഗർ 2 സോൾസ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ഈ ഫിഗറിന്റെ ടോട്ടൽ ഫിഗേഴ്സിന്റെ ഏരിയ എങ്ങനെ കാണാം? ആദ്യം ഫിഗർ 1ന്റെ ഏരിയ കാണാം, നെക്സ്റ്റ് ഫിഗർ 2ന്റെ. അപ്പോൾ അതിന്റെ ലെങ്ത്തിന്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ലെങ്ത് ഇതല്ലേ? ഈസ് ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 3ഉം. അപ്പൊ ഈ ഫിഗറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 6. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയോ? ഇതെങ്ങനെ വരിക? ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാ? 4 സെന്റിമീറ്റർ ആണ് എന്ത് ബ്രെഡ്ത്ത്. പക്ഷെ ലെങ്ത് എത്ര വരിക? ഇത്രയും 6, ഇവിടെ നിന്നിട്ട് 2, അപ്പോൾ 8. അപ്പൊ ഈ ഫിഗറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിപ്പോ? ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 8 എത്രയാ? 32 ഹാഫ് 16 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെയോ 18 ഹാഫ് 19 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മളോട് പറഞ്ഞിട്ട് എന്താ? ഏരിയ ഓഫ് ടോട്ടൽ ഫിഗേഴ്സ്. എത്രയാ? രണ്ടും കൂടി ആഡ് ചെയ്യാം. 60 പ്ലസ് 9 is equal to 25 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? യെസ്. ഇനി അതിൽ അതുപോലെ ഒരു പാരലോഗ്രാമിന്റെ ഒരു ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതായത് ഒരു സ്ക്വയർ, അതിന്റെ ലെഫ്റ്റും റൈറ്റും എന്ത് തന്നിട്ടുണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ട് അതിന്റെ ഏരിയ കാണാൻ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ.